അവസാനത്തെ 10 ദിനങ്ങളിൽ നമ്മൾ പറയുന്ന ദിക്റുകൾ ഉണ്ടല്ലോ, 2 സ്പെഷ്യലായിട്ടുള്ള ദിക്റുണ്ട്. ആ സ്പെഷ്യലായ ദിക്റുകൾ പറയുന്ന സമയത്ത് പല അബദ്ധങ്ങൾ നമുക്ക് പറ്റും. അങ്ങനെ അബദ്ധങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ ദിക്ർ പറയുന്നതെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത കിട്ടൂല, പുണ്യം കിട്ടൂല. അപ്പം അതുകൊണ്ട് ഈ അവസാനത്തെ 10 നമ്മൾ പറയുന്ന ദിക്റുകൾ എങ്ങനെയാണ് തെറ്റില്ലാതെ പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് പരിപാവനമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട 21-ാം രാവാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റ ദിക്ർ കൊണ്ട് നമുക്ക് പറ്റും. ഏതാണ് ആ ദിക്ർ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഒരു കുഞ്ഞു സ്വലാത്ത് പറഞ്ഞു തരാം. ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് 10 നേട്ടങ്ങളാണ്. ഒന്നാമത് ആ സ്വലാത്തിന്റെ നേട്ടം പറയുന്നത് കൊണ്ട് നമുക്ക് പറ്റും. ഏതാണ് ആ ദിക്ർ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഒരു കുഞ്ഞു സ്വലാത്ത് പറഞ്ഞു തരാം. ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് 10 നേട്ടങ്ങളാണ്. ഒന്നാമത് ആ സ്വലാത്തിന്റെ നേട്ടം പറയുന്നത് മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് ഈമാൻ തുളുമ്പുന്ന മുഖത്തോടെ നമുക്ക് മരിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പൊ ഏതാണ് ആ സ്വലാത്ത്, ഏതാണ് ആ ദിക്ർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട. മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയ നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്നവർ, താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ, അതുപോലെ ദുആ വസിയത്ത് പറയുന്നവർ, നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഫാമിലി ഗ്രൂപ്പിലേക്കും അവരുടെ കൂട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്ന ആളുകൾ, സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ആയുസ്സിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ റമളാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ റമളാനിന്റെ 20-ാമത്തെ പകലിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്രിബോട് കൂടി 21-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതായത് അവസാനത്തെ 10ലേക്ക് ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മൾ പ്രവേശിക്കുന്നു. മഗ്ഫിറത്തിന്റെ 10 ഇന്ന് മഗ്രിബോടെ അവസാനിക്കുന്നു. മഗ്രിബോട് കൂടി നരകമോചനത്തിന്റെ, സ്വർഗപ്രവേശനത്തിന്റെ അവസാനത്തെ 10 നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല വിട പറഞ്ഞു പോകുന്ന ഈ മഗ്ഫിറത്തിന്റെ 10ൽ ഒരുപാട് നമ്മൾ ദുആ ചെയ്തു, ഒരുപാട് മഗ്ഫിറത്തിനെ ചോദിച്ചു. മഗ്ഫിറത്ത് കിട്ടിയ, പാപമോചനം കിട്ടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന നരകമോചനത്തിന്റെ 10, സ്വർഗപ്രവേശനത്തിന്റെ 10, അതുപോലെ അഫു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും മാപ്പിനെ ചോദിക്കേണ്ട ദിനരാത്രങ്ങളാണ്. അള്ളാഹു തആല ആ സമയങ്ങളിലൊക്കെ നല്ലതുപോലെ ഇബാദത്ത് എടുക്കാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല, നമ്മൾ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്, തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. ഒരാൾ ഈ വ്യാഴം, തിങ്കൾ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമേ നോമ്പ് പിടിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അയാൾ തിങ്കളാഴ്ച നോമ്പ് തിരഞ്ഞെടുക്കട്ടെ. കാരണം വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിനേക്കാൾ ശ്രേഷ്ഠത അല്പം കൂടുതൽ തിങ്കളാഴ്ച നോമ്പിനാണ് എന്ന് പോലും അഭിപ്രായപ്പെട്ട ഒരുപാട് ഉലമാക്കൾ നമുക്കിടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ വലിയ ശ്രേഷ്ഠതയുണ്ട് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10ലെ 21-ാം രാവ് കൂടിയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. അപ്പൊ ഒരുപാട് നേട്ടങ്ങൾ, ശ്രേഷ്ഠതകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടന്നു പോവാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പ്രതിഫലങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റ ദിക്ർ മതി. ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റ ദിക്ർ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അതോടൊപ്പം വളരെയധികം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ റമളാനാണ്. നമ്മുടെ കാതിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, വായെ സൂക്ഷിക്കണം, നമ്മുടെ ശരീര അവയവങ്ങളെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരികളെ, നാളത്തെ ദിവസം പെട്ടെന്ന് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എടാ എൻ്റെ വീടിന് തീ പിടിച്ചു, എടാ എൻ്റെ വാപ്പാടെ വാപ്പ മരിച്ചു, എടാ എൻ്റെ ഉമ്മാടെ വാപ്പ മരിച്ചു, എടാ ഇന്നാലിന്നവൻ അവൻ ആക്സിഡന്റിൽ പെട്ടു, നമ്മുടെ കൂട്ടുകാരൻ സെയ്താലി അവൻ അപകടത്തിൽപ്പെട്ടടാ, നീ അറിഞ്ഞില്ലേ, എടാ നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ പെണ്ണ് അവൾ ഒളിച്ചോടി. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. കുറച്ച് കഴിയുമ്പോൾ ഫൂളാക്കിയേ, ഞാൻ പറ്റിച്ചേ. കാരണം നാളെ ഏപ്രിൽ 1 ഏപ്രിൽ ഫൂളാണ്. ഏപ്രിൽ ഫൂൾ ദിനം അല്ലെങ്കിൽ ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനമാണ്. അതായത് വിഡ്ഢികൾക്ക് വേണ്ടി ഒരു ദിനം എന്ന് തന്നെ പറയണം.
ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിനം ഏപ്രിൽ 1, ഏപ്രിൽ ഫൂൾ, അതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. റമദാനാണ്, വെറുതെ ആണെങ്കിലും നുണ പറയാൻ പാടില്ലെന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വേണ്ടാത്ത ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും, നിങ്ങൾ അറിഞ്ഞോ ഇന്നലെ ഇന്നാലിന്നത് സംഭവിച്ചു, ആരെങ്കിലും അവിടെ വരണേ, ഓടിപ്പോണേ, ആരെങ്കിലും അറിഞ്ഞോ. നമ്മൾ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് മെസ്സേജ്, അതെ ഏപ്രിൽ ഫൂൾ ആക്കിയതാണ്, ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വാർത്തകൾ വന്നേക്കാം. അതുകൊണ്ട് വളരെ ഇത് ശ്രദ്ധിക്കുക. റമദാനാണ്, ആരെയൊക്കെ പറ്റിക്കാനാണെങ്കിലും തമാശക്കാണെങ്കിലും ഒരിക്കലും നുണ പറയാൻ നിൽക്കണ്ട. കാരണം ആ ഒരൊറ്റ നുണ കൊണ്ടായിരിക്കാം, ആ ഒരൊറ്റ വേണ്ടാത്തരം കൊണ്ടായിരിക്കാം നമ്മുടെ നോമ്പിന്റെ മുഴുവൻ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ പണിക്കൊന്നും ഒരൊറ്റ ചെറുപ്പക്കാരനും ഒരൊറ്റ മനുഷ്യനും നിൽക്കണ്ട. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 നമ്മളിലേക്ക് ഇതാ ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരികയാണ്. 2 പ്രധാനപ്പെട്ട ദിക്റാണ് നമ്മൾ ഈ അവസാനത്തെ 10 ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് പറയേണ്ടത്. 1, നരകമോചനം ചോദിക്കുന്നു, സ്വർഗപ്രവേശനം ചോദിക്കുന്നു. റമദാൻ 3 10കളാണ്. ആദ്യത്തെ 10, രണ്ടാമത്തെ 10 ദിനങ്ങൾ, മൂന്നാമത്തെ 10 ദിനങ്ങൾ. ആദ്യത്തെ 10 കഴിഞ്ഞു പോയി, രണ്ടാമത്തെ 10 കഴിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. മൂന്നാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 ദിക്ർ. പിന്നെ റമദാൻ 1 to 30 വരെ നമ്മൾ പറയുന്ന ഒരു ദിക്ർ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മൾ റമദാൻ 1 to 30 വരെ പറയേണ്ടതാണ്. പിന്നെ റമദാനിന്റെ മൂന്നാമത്തെ 10 നമ്മൾ അധികരിപ്പിക്കേണ്ട ഒന്നാമത്തെ ദിക്ർ, ഒന്നാമത്തെ തസ്ബീഹ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പല ആളുകൾക്കും ഇതൊരു പക്ഷെ പറയാൻ കിട്ടൂല. അല്ലാഹുമ്മ അഅ്തിഖ്നി, അഅ്തിഖ്നി, അഅ്തിഖ്നി ഐനാണ് അവിടെ, അതല്ല, 2 അലിഫല്ല അവിടെ ഉള്ളത്, ഒരു അലിഫും ഒരു ഐനുമാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി, അല്ലാഹുമ്മ അഅ്തിഖ്നി അല്ല, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. വഅദ്ഖിൽനിൽ എന്നൊക്കെ പറയാം, വഅദ്ഖിൽനിൽ അല്ല, വഅദ്ഖിൽനിൽ, വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിഖ്നി, നീ എന്നെ മോചിപ്പിക്കണം, നീ എനിക്ക് കാവൽ തരണം, മിനന്നാർ, നരകത്തിൽ നിന്നും, വഅദ്ഖിൽനിൽ ജന്നത, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം, യാ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഈ ദുആ മറന്നു പോവേണ്ട. ഒന്നുകൂടി, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇതാണ്